ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. കൊരവൈരിയൻ പിന്നിൽ ചെങ്കടൽ മുന്നിൽ എന്നെ വഴി നടത്തൂ. കൊരവൈരിയൻ പിന്നിൽ ചെങ്കടൽ മുന്നിൽ എന്നെ വഴി നടത്തൂ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. മരുഭൂമിയിൽ അജഗണം പോൽ തൻ ജനത്തെ നടത്തിയോനെ, ആഴിയതിൽ വീതിയൊരുക്കി മറുകരയണച്ചവനെ, കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീതികളിൽ നീ എന്നെ വഴി നടത്തൂ. കണ്ണീർ താഴ്വരയിൽ ഇരുൾ വീതികളിൽ നീ എന്നെ വഴി നടത്തൂ. നല്ലവനെ നൽവഴി കാട്ടി എന്നെ വഴി നടത്തൂ. സ്നേഹിയായ ഞങ്ങളെ സ്വർഗസ്വപിതാവാം ദൈവമേ, ഒരുമിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം വിലയേറെ സംഭവിക്കാനായിട്ട് എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന നിന്റെ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നടത്തണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാം ഉയർത്തപ്പെടുവാനും മഹത്വപ്പെടുവാനും തക്കവണ്ണം യേശുവെ ഈ എളിയ ശുശ്രൂഷകളെ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ മക്കളെയും ലോകമെമ്പാടും നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നീ ഞങ്ങളെ ഓർക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. ദുഷ്ട സഹതാന്തങ്ങളെ നീ തകർക്കണമേ. അവിടുത്തെ നാമം മാത്രം ഉയർത്തപ്പെടുവാനും മഹത്വപ്പെടുവാനും തക്കവണ്ണം ഈ എളിയ പരിശ്രമത്തിലൂടെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിലും ആയിക്കൊണ്ട് ഈ മഹത്തായ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ബൈബിൾ ക്രൗഡ് മത്സരത്തിൽ പങ്കെടുത്തവരാണ്. 2023 പുതിയ ഇൻട്രഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലായിരിക്കാം. എന്നാലും പ്രേക്ഷകർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. 2023 ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് എൻ്റെ പ്രിയപ്പെട്ട രാജീവ് വർഗീസ് ഈ ശുശ്രൂഷയിൽ എൻ്റെ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഇന്ന് അനേകമായ ശുശ്രൂഷകളിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഈ മത്സരത്തിൻ്റെ ജഡ്ജായിട്ട് കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട രാജി, ഈ വേദിയിലേക്ക് കർത്തൃനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളത് പ്രിയപ്പെട്ട മിസ്സസ് രോഹിണി ഫിലിപ്പോസാണ്. കഴിഞ്ഞ 38 വർഷങ്ങളായിട്ട് ഈ സുഷീൽ ബലയന എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന, ദുബായിൽ മുതൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാണ്. ഇവിടെ പ്രിയപ്പെട്ടവൻ എൻ്റെ ഒരു ആത്മമിത്രവും എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം കടന്നുപോയെങ്കിലും ഇന്നും അതേ ആ പാരമ്പര്യം പ്രിയപ്പെട്ടവളും തുടർന്ന് നൽകുന്നു. അതിൻ്റേതായിട്ടുള്ള ഒരു അടയാളമാണ് ഇന്ന് ഈ മത്സരത്തിൽ ഇവിടെ ജഡ്ജിയായിട്ട് കടന്നു വരുവാനും നമ്മോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം പ്രിയപ്പെട്ട രോഹിണി വന്നിരിക്കുന്നത്. രോഹിണിയെയും കർത്തൃനാമത്തിൽ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തു. നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തണം. അതുകൊണ്ട് ആദ്യമായിട്ട് ജോളി ജയകുമാർ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോളി ജയകുമാർ. ഞാൻ കടന്നു വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പിരപ്പൻകോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ്. ഞങ്ങൾ കുടുംബമായി ഖത്തർ ശുശ്രൂഷയിലായിരിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനാണ് എൻ്റെ ഹസ്ബൻഡ്. എനിക്ക് ഭർത്താവും 2 കുഞ്ഞുങ്ങളുമാണുള്ളത്.
കഴിഞ്ഞ പ്രാവശ്യം നടന്ന 2023 ബൈബിൾ ക്രൗൺ മെഗാ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. വീണ്ടും ദൈവത്തിൻ്റെ കൃപയാൽ 2026 ഈ മെഗാ ബൈബിൾ ക്രൗൺ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഇനിയും ദൈവം എന്നെ മുന്നോട്ട് നടത്തട്ടെ എന്ന് ഞാൻ ദൈവമക്കളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഗ്രേസി സത്യൻ. എൻ്റെ പേര് ഡോക്ടർ ഗ്രേസി സത്യനാണ്. ഞാൻ നെയ്യാറ്റിൻകരയുടെ അടുത്ത് കുഴിയുള്ള CSI സഭയിൽ നിന്നാണ് വരുന്നത്. വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും 2 മക്കളും ഉണ്ട്. പിന്നെ മോൻ്റെ ഒരു കുഞ്ഞു മോനും ഉണ്ട്. അപ്പോൾ ഇന്ന് മോൻ്റെ കുഞ്ഞു മോനും എന്നോടൊപ്പം വന്നിട്ടുണ്ട്. ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം. താങ്ക് യു. യെസ്, വത്സല ജസ്റ്റിസ്. എൻ്റെ പേര് വത്സല ജസ്റ്റസ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്ക് 2 മക്കളും ഭർത്താവും ഉണ്ട്. ഇതിനു മുൻപുള്ള ഒരു ബൈബിൾ ക്വിസിലും പങ്കെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്നും അതുപോലെ ഈ മെഗാ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീബ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വേറ്റനാടാണ് താമസിക്കുന്നത്. എനിക്ക് 2 മക്കളും ഹസ്ബൻഡുമാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. ഇതിനു മുമ്പ് നടന്ന മെഗാ ബൈബിൾ ക്വിസിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് 2023. ഈ ബൈബിൾ ക്വിസിലും എനിക്ക് നന്നായിട്ട് പങ്കെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇപ്പോൾ നമുക്ക് ഈ മത്സരത്തിൻ്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാം. പഴയ രീതിയിൽ തന്നെയാണ്, ഇതിൻ്റെ ഘടനയ്ക്ക് മാറ്റമൊന്നുമില്ല. ആദ്യത്തെ സ്റ്റേജ് മോസസ് സ്റ്റേജാണ്. 7 സ്റ്റേജാണ് ഈ പ്രാവശ്യം ഈ മത്സരത്തിനുള്ളത്. ആദ്യത്തെ സ്റ്റേജ് മോസസ് സ്റ്റേജ്. മോസസ് സ്റ്റേജിൽ ഓരോ എപ്പിസോഡിനും 4 റൗണ്ട് വീതമുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്, പഴയ നിയമത്തിലെ റൗണ്ട് 4 ചോദ്യം, പുതിയ നിയമത്തിലെ റൗണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്, പിന്നെ പ്രത്യേകമായിട്ടുള്ളത് ടെസ്റ്റിമണി റൗണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പൊക്കെയും ടെസ്റ്റിമണി റൗണ്ട് മിക്കവാറും 4ാമത്തെ സ്റ്റേജിലോ 5ാം സ്റ്റേജിലൊക്കെയാണ് നടത്തിയിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അത് ആദ്യത്തെ സ്റ്റേജിൽ നടത്തുവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം. കാരണം 5ാമത്തെ സ്റ്റേജൊക്കെ വരുമ്പോഴേക്കും അനേകര് എലിമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ സാക്ഷ്യമുണ്ടോ ഇല്ലെന്നുള്ളതല്ല, സാക്ഷ്യമുള്ളവർക്ക് പോലും ഈ ഒരു പക്ഷേ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റിയല്ല. ഇറ്റ്സ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് കടന്നു വരുന്ന എല്ലാവർക്കും അതിൻ്റെ അവസരം കൊടുക്കാനായിട്ട് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ടെസ്റ്റിമണി റൗണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 5 മിനിറ്റാണ് അതിന് സമയം. കൂടാതെ 1 മിനിറ്റ് കൂടി അതിന് എക്സ്ട്രാ ആയിട്ട് ആവശ്യമുള്ളവർക്ക് നൽകുന്നതാണ്. അതിനടുത്ത സ്റ്റേജ് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. അതിവേഗം ഇവിടെ പറയുന്ന വേദഭാഗം എടുത്ത് വായിക്കുക. അതാണ് ഈ 4 റൗണ്ട്സ് ആയിട്ടുള്ളത്. ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് 5 മാർക്കാണ് ലഭിക്കുന്നത്. ഉത്തരം തെറ്റിക്കുകയാണെങ്കിൽ -2 മാർക്സ്. ഉത്തരം പറയുന്നില്ലെങ്കിൽ മാർക്കൊന്നും നഷ്ടമാകുന്നില്ല, ലാഭവുമാകുന്നില്ല. ഓൾറൈറ്റ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ അവസാനം വരുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രൈസസിനാണ് നമ്മൾ അടുത്ത സ്റ്റേജ് ജോഷുവ സ്റ്റേജാണ്. ജോഷുവ സ്റ്റേജിലേക്ക് പോകുന്നത് ഇതിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കിട്ടുന്നവരാണ്. എന്നാൽ അവിടെ ഒരു ടൈ വരികയാണെങ്കിൽ അത് വീണ്ടും എനിക്ക് ബോംബ് ഇടേണ്ടി വരും. ബൈബിൾ ബോംബ് ഇട്ട് ഒരാളെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്തയാളുടെ അടുത്ത സ്റ്റേജിലേക്ക് വിടും. ഓൾറൈറ്റ്. 2 പേരെയാണ് ഓരോ സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് വിടുന്നത്. ഓൾറൈറ്റ്. സോ ആദ്യത്തെ ചോദ്യം മിസ്സസ് ജോളി ജയകുമാറിനോടാണ്. വളരെ ലളിതമായ ചോദ്യം. ദേവപുരുഷനായ ഏലീശ ആരെ ഉറ്റുനോക്കിയാണ് കരഞ്ഞത്? ഹസായേലിനെ. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 5 മാർക്സ് ഫോർ ജോളി ജയകുമാർ. രണ്ടാമത്തെ ചോദ്യം ഡോക്ടർ ഗ്രേസി സത്യനോടാണ്. റെഡി? കുഷ്ഠരോഗം പിടിപെട്ടതായി വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സഹോദരനും സഹോദരിയും ആരാണ്? മിരിയാം, അഹരോൻ. മിരിയാം, അഹരോൻ. ഉത്തരം വളരെ തെറ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ അവസാനമേ പറയുള്ളൂ. വത്സല ജസ്റ്റിസിന് അടുത്ത ചാൻസ്. ഇല്ലെങ്കിൽ പാസ് എന്ന് പറയാം. പാസ്സായി. പാസ്. ജോളിക്ക് പറയാം. മിരിയാം മോശ. അപ്പോൾ മിരിയാം അഹറോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരത്തിന് മാർക്ക് തരാൻ പ്രയാസമുണ്ട്. എങ്കിലും മിരിയാമിന് കുഷ്ഠരോഗം ഉണ്ടെന്ന് ഡോക്ടർ ഗ്രേസി സത്യൻ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട്
2 മാർക്ക് കൊടുക്കുക. ജോളി ജയകുമാറിന് മോശയെ കുഷ്ഠരോഗം ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് 2 മാർക്ക്. ഓറെ 4 മാർക്കാണ് രണ്ടാമത്തെ ചാൻസർ. എങ്കിലും ഡോക്ടർ ഗ്രേസി സത്യനെ 2 മാർക്ക് ഷെയർ ചെയ്യാൻ കാരണം മിരിയാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു സൂചന നമുക്ക് കിട്ടി. മോശയ്ക്കപ്പുറം അവരാണ് സഹോദരന്മാർ. അതിനകത്തൊരു വ്യത്യാസമുള്ളത്. എന്താ വ്യത്യാസം? അത് ജോളിക്ക് പറയാൻ പറ്റുമല്ലോ. 2 പേർക്ക് കുഷ്ഠരോഗമാണ്. പക്ഷെ 2 പേരുടെയും കുഷ്ഠരോഗത്തിന് കാരണം 2ആണ്. പറയുമോ? മാർക്കില്ല ചോദ്യമാണ്. മോശയ്ക്ക് കുഷ്ഠരോഗം ഫറവോന്റെ മുമ്പിൽ കാണിക്കാനുള്ള അടയാളമായിട്ടാണ് അതെ, കൊടുത്തത്. മോശയ്ക്ക് കുഷ്ഠരോഗം വന്നത് ഫറവോന്റെ മുന്നിൽ കാണിക്കാനുള്ള അടയാളമായിട്ടാണ്. രണ്ടാമത് തന്റെ സഹോദരനായ മോശ കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതുകൊണ്ട് അതിനെതിരെ സംസാരിച്ചതുകൊണ്ട് ദൈവം കൊടുത്ത ശിക്ഷയാണ് മിരിയാമിന് ലഭിച്ചത്. മിരിയാമിന് കൊടുത്ത കുഷ്ഠരോഗം ശിക്ഷയാണ്. അപ്പോൾ ഒരാളെ രക്ഷയും ഒരാളെ ശിക്ഷയും. ഓൾറൈറ്റ് സത്യൻ, ഓക്കെ, റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 3-ാമത്തെ ചോദ്യമാണ്. വത്സല ജസ്റ്റിസ് റെഡിയാണോ? ഓൾ റൈറ്റ്. യഹൂദയുടെ ബാബിലോൺ അടിമത്വം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നാണ് ഇരമ്യാവ് പ്രവചിച്ചത്? വർഷം. 400 വർഷം. ഉത്തരം വളരെ തെറ്റാണ്. -2 മാർക്സ് ഫോർ വത്സല ജസ്റ്റിസ്. ഷീബ പാസ് ചെയ്തിരിക്കുന്നു. ജോളി ജയകുമാർ 70 വർഷം. യെസ്, 70 വർഷം ശരിയായ ഉത്തരമാണ്. സോ യു ഗെറ്റ് 4 മാർക്സ്. 4 മാർക്ക് ജോളി ജയകുമാർ. 4-ാമത്തെ ചോദ്യം ഷീബയോടാണ്. ചോദിക്കട്ടെ? റൈറ്റ്. തിരുവചനത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന മരണം ആരുടേതാണ്? ആബേൽ. വളരെ ശരിയായ ഉത്തരവാണ്. ഷീബയ്ക്ക് 5 മാർക്സ്. റൈറ്റ്. സോ നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തത് ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടാണ്. റെഡി? റെഡി. ആദ്യത്തെ ചോദ്യം ഷീബയോടാണ്. ആരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ചാണ് ചിലർ ഭാവിയിൽ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നതായി പൗലോസ് തിമോത്തിയോസിനെ അറിയിക്കുന്നത്? വ്യാജ പ്രവാചകരുടെ. വ്യാജ പറയൂ, പൂർണ്ണമായിട്ട് പറയൂ. എന്താ വ്യക്തമായി പറയണം, തീരുമാനിച്ചു പറയണം. അല്ലെങ്കിൽ പാസ് എന്ന് പറയാം. പാസ്. വത്സല ജസ്റ്റിസ് പാസ്. മിസ് ഗ്രേസി സത്യൻ. വ്യാജ ഉപദേശങ്ങൾ, ദുരുപദേശങ്ങളെ കേൾക്കരുത്. -2 മാർക്സ്. ജോളി പാസ്. വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെയും ഉപദേശം. 1 തീമോഥെയോസ് 4:1. രണ്ടാമത്തെ ചോദ്യം വത്സല ജസ്റ്റിസിനോടാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം എഴുതുവാൻ പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നവർ ആരായിരുന്നു? തീമോത്തിയോസ്. 2 മാർക്സ് ഫോർ വത്സല ജസ്റ്റിസ്. ഡോക്ടർ ഗ്രേസി സത്യൻ, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നായിട്ട് അറിയാമോ? അറിയത്തില്ല. നോ മാർക്സ്. സിൽവാനോസ് ശരിയായ ഉത്തരമാണ്. ജോളി ജയകുമാർ ഗെറ്റ്സ് 2 മാർക്സ്. റൈറ്റ്. സിൽവാനോസും തീമോത്തേസുമാണ് പൗലോസിനോടൊപ്പം തെസ്സലോനിക്കറിലെ 1-ാം ലേഖനം എഴുതാൻ തക്കൊണ്ട് അയച്ചത്. ഞങ്ങൾക്ക് അത് വായിക്കാം. തെസ്സലോനിക്കർ 1:1. റൈറ്റ്. 3-ാമത്തെ ചോദ്യം ഡോക്ടർ ഗ്രേസി സത്യനോടാണ്.
തങ്ങളുടെ വിശ്വാസ കപ്പൽ തകർത്തു കളഞ്ഞ 2 പേരെ കുറിച്ച് പൗലോസ് തീമോത്തിയോസിന് എഴുതുന്നു. അവർ ആരാണ്? എംഫ്രോസും ഞാൻ ഒന്നൊന്ന് ഓർത്ത്. Mrs. Gracie Satyan gets -2 marks. Jolly. ഹുമനിയോസും അലക്സാണ്ടറും. Exactly the right answer. 1:20 ഹ്യൂമനോസും അലക്സാണ്ടറും. Correct. Right answer. So she gets 4 marks. അവസാനത്തെ ചോദ്യവും ജോലിയോടാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം എഴുതിയപ്പെട്ട യേശുവിന്റെ അത്ഭുതങ്ങൾ എത്രയാണ്? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെ മൈനസ് വേണ്ട. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. യെസ് ശിവ. എന്തോ പാസ്. ഓക്കെ വത്സല പാസ്. ഡോക്ടർ ഗ്രേസ് സത്യൻ എന്തായാലും പോയി പറഞ്ഞേരെ. അതേ ചോദ്യം അത് തന്നെ. ഒരെണ്ണം -2 മാർക്സ്. ഉത്തരം വളരെ തെറ്റാണ്. 6 അത്ഭുതങ്ങൾ യോഹന്നാന്റെ സുവിശേഷം മാത്രം രേഖപ്പെടുത്തി. അറിഞ്ഞില്ല 6. മത്തായിയുടെ സുവിശേഷം മാത്രം രേഖപ്പെടുത്തി 5 എണ്ണം. അങ്ങനെയല്ല, ഓരോ സുവിശേഷത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങൾ ഇനിയും ക്വിസ് കോമ്പറ്റീഷന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. റൈറ്റ്. സോ ദാറ്റ് ബ്രിങ്സ് us to the end of this ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. Music of the Word, International Bible Theme Park. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ കുളത്തൂപ്പുഴ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഈ ബൈബിൾ മ്യൂസിയത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി. ലോകപ്രശസ്തമായ അന്താരാഷ്ട്ര ബൈബിൾ മ്യൂസിയത്തിലേക്ക് കടന്നു വരുവാനും ഈ ബൈബിൾ മ്യൂസിയത്തിലെ കർത്താവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രതീകാത്മകമായി അത് കണ്ട് മനസ്സിലാക്കുവാനും ക്രൈസ്തവ സഭയുടെ വിവിധ പാരമ്പര്യങ്ങളും വിവിധ ആരാധനാ ഉപകരണങ്ങളും ഒക്കെ കാണുവാൻ തക്കവണ്ണം വിപുലമായി ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ മ്യൂസിയം ബഹുമാനപ്പെട്ട ബ്രദർ ഡോക്ടർ മാത്യു വർഗീസ് ഈ സ്ഥാപനം ആരംഭിക്കുകയും ഇന്ന് ധാരാളം ആളുകൾ ഇവിടേക്ക് കടന്നു വന്ന് ഈ വിവിധ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാൻ തക്കവണ്ണം ലഭിക്കുന്നതായ ഒരു വലിയ അവസരമാണ് ഈ ബൈബിൾ മ്യൂസിയത്തിലൂടെ ഈ കടന്നു വരുന്ന എല്ലാവർക്കും ലഭിക്കുന്നത്. Music of the Word, International Bible Theme Park, പെരിങ്കൂർ, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 0472 283 4848 0472 283 4949 9495 828444 9495 998555. അടുത്തതായിട്ട് നമ്മുടെ ടെസ്റ്റിമണി റൗണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ജോളി ജയകുമാർ. ഈ 2026 ബൈബിൾ ക്രൗൺ പ്രശ്നോത്തരി മത്സരത്തിൻ്റെ ഭാഗമായി ഡോക്ടർ മാത്യൂസ് വർഗീസ് സാർ നടത്തുന്ന ഈ ബൈബിൾ ക്വിസിൻ്റെ ഭാഗമായി ഒരു സാക്ഷ്യം പറയുവാൻ എനിക്ക് ലഭിച്ച അവസരത്തെ എൻ്റെ ജീവിതത്തിൽ വലിയ വിലയേറിയ അവസരമായി കാണുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടത് എൻ്റെ 22ാമത്തെ വയസ്സിലാണ്. എൻ്റെ മാതാവ് അറിഞ്ഞ ഈ ദൈവിക വിശ്വാസം എന്നിലേക്ക് പകരപ്പെടുവാനിടയായി
എങ്കിലും എനിക്ക് പ്രീവിയസ് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് പറയാൻ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഞാൻ ട്രിവാൻഡ്രത്ത് വിമൻസ് കോളേജിൽ MA PGക്ക് കടന്നു പോകുമ്പോൾ ഒരു കുട്ടി എന്നെ ഒരു മീറ്റിങ്ങിലേക്ക്, ICPFൻ്റെ മീറ്റിങ്ങിലേക്ക് കോളേജ് ക്യാമ്പസിൻ്റെ അകത്ത് വിളിച്ചുകൊണ്ട് പോയി. ആദ്യ ദിവസം ഞാൻ കടന്നു പോയില്ല. അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം ഞാൻ കടന്നു പോകാനിടയായി. കാരണം എൻ്റെ അച്ഛൻ എന്നെ ഹിന്ദു രീതിയിലാണ് വളർത്തുന്നത്. ക്രിസ്ത്യൻ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, ഒരു ബ്രാക്കറ്റ് പീരീഡിലുണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ മാറ്റപ്പെട്ടിട്ട് ഞങ്ങൾ തികച്ചും ഹൈന്ദവ ചുറ്റുപാടിൽ തന്നെ ആരാധനാലയങ്ങളുടെ നടുവിൽ, ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ നടുവിലും ഹൈന്ദവ രീതികളിലും ക്ഷേത്ര ആചാരങ്ങളിലും ഏറ്റവും ഭയങ്കര ടോപ്പായിട്ട് ഞങ്ങളെ ആ ദേശത്ത് വളർത്തിയും അച്ഛൻ അതിൻ്റെ ഒരു പ്രമുഖ വ്യക്തിയായിട്ടൊക്കെ അവിടെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം ഹൈന്ദവ രീതിയിൽ വിവാഹം കഴിച്ചൊക്കെ വിടാനുള്ള ആ രീതിയിലൊക്കെ അച്ഛൻ തയ്യാറെടുപ്പ് എടുക്കുമ്പോഴാണ് എന്നിലേക്ക് ഈ ദൈവിക പ്രകാശം കടന്നു വരാനിടയായത്. എൻ്റെ മാതാവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഞങ്ങൾക്ക് മണിക്കൂറുകൾ പറയാനുണ്ട്. എന്നാൽ അത് ഞാൻ കണ്ടും കേട്ടും വളർന്നതുകൊണ്ട് എന്തുകൊണ്ട് എൻ്റെ മാതാവ് ഇത്രയും സ്ട്രഗിൾ ഏറ്റിട്ടും ഇത്രയും പീഡനങ്ങൾ ഏറ്റിട്ടും ഇത്രയും പ്രാവശ്യം 10-15 വർഷത്തോളം വീട്ടുതടങ്കലിൽ ഇട്ടിട്ടും എൻ്റെ മാതാവ് എന്തുകൊണ്ട് ഈ യേശുവിനെ ഇത്രയും അധികം വിശ്വസിക്കുന്നത്, എന്തോ ഒരു ശക്തി എൻ്റെ മാതാവിനെ എപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ഒരിക്കൽ പോലും എൻ്റെ 22 വയസ്സിനകത്ത് ഒരിക്കൽ പോലും എൻ്റെ മാതാവ് ഈ ക്രിസ്തീയ ജീവിതം ഒരു പരാജയമാണെന്നോ ഇതിൽ വന്നിട്ട് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയെന്നോ എന്നുള്ളൊരു വാക്ക് എൻ്റെ മാതാവിനിൽ നിന്ന് ഞാൻ കേട്ട് വളർന്നിട്ടില്ല. കാരണം രക്ഷിക്കപ്പെട്ട സമയത്തെ ആ കടന്നു വന്ന മർത്തോമാ സമുദായത്തിലാണ് ഞങ്ങൾ കടന്നു വന്നത്. അന്ന് ബൈബിൾ ക്ലാസ്സൊക്കെ നടത്തി അച്ഛനെയും അമ്മയും ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അന്ന് ഞങ്ങളുടെ സഭാ മേലധ്യക്ഷന്മാർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്, ഇതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, ഇതുവരെ ഉണ്ടായിരുന്ന സമൂഹത്തിൻ്റെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ പേരുകൾ, പ്രശംസകൾ, ഇതൊന്നും തന്നെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവും പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിരിക്കും. ആ ഒറ്റപ്പെടലുകളുടെ നടുവിലെല്ലാം യേശുവിനെ നിങ്ങൾ രുചിച്ചറിഞ്ഞ്, ഗ്രഹിച്ചറിഞ്ഞ്, അനുഭവിച്ചറിഞ്ഞ് ജീവിച്ചാൽ ഇതൊരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് വിജയമാകും. ഈ ലോകത്തിലുള്ള ക്രിസ്തീയ മനുഷ്യ ജീവിതം 70-80 അത് കഴിയുമ്പോൾ വേഗം നാം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള യാത്രയ്ക്കാണ് ഈ ഒരു ദൈവിക സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. നിത്യതയോളം കൊണ്ടെത്തിക്കുന്ന ഒരു വിശ്വാസം, സ്നേഹം നിങ്ങളിലേക്ക് പകർന്നത് എന്നുള്ളത് ആത്യന്തികമായിട്ടുള്ള ഒരു തത്വം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് തന്നതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ കടന്നു വന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എൻ്റെ മാതാവിനെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിയില്ല. ഞാൻ അവിടെ വെച്ച് ഒരു കുട്ടി എന്നെ നിർബന്ധിച്ചു, ഞാൻ കടന്നുപോയി. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കുള്ള ടൈമിന് ഞാൻ കടന്നു പോകുമ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ച്, എന്തിനാ ഉച്ചയ്ക്ക് ഉള്ള ടൈമിന് നിന്നെ ക്ലാസ്സിൽ കാണുന്നില്ലല്ലോ, എവിടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ചെറിയ പ്രെയർ ഇവിടെ മരത്തിൻ്റെ ചുവടുകളിലൊക്കെ വെച്ച് നടത്താറുണ്ട്, അതിന് പോവുകയാണെന്ന് പറഞ്ഞ് ആ കുട്ടി എന്നോടൊപ്പം വന്ന് ഞങ്ങൾ ഒരുമിച്ച് ആ ദൈവസ്നേഹത്തിലേക്ക്, ആ കൂട്ടായ്മയോട് ചേർന്ന് പോയി. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പള്ളിയോ കൂട്ടായ്മകളോ ആളുകളോ ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നു. ആ ദൈവിക സന്തോഷം ഞങ്ങൾ രണ്ടുപേരിലെയും പരിശുദ്ധാത്മാവ്, ഞങ്ങളുടെ ആഴങ്ങളിലെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഞങ്ങൾ സ്നാനപ്പെടുവാനിടയായി. സ്നാനപ്പെട്ട് വന്നതിന് ശേഷം ഞാൻ എൻ്റെ സുവിശേഷ പ്രവർത്തനം ആ 22ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ ആരംഭിച്ചു. ഇന്ന് വരെയും കൃപയാൽ കർത്താവിന് വേണ്ടി വ്യക്തിപരമായി ട്രാക്റ്റ് കൊടുത്തും വീടുകളിൽ കടന്നുപോയും സഭാ ശുശ്രൂഷ ഒരു ഭാഗമാണെങ്കിലും ഇന്നും ആ ശുശ്രൂഷ വ്യക്തിപരമായി പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യുവാൻ എൻ്റെ കർത്താവ് ദിവസവും എനിക്ക് ഞാൻ ഇടപെടുന്ന മണ്ഡലങ്ങളിൽ ദൈവം എനിക്ക് കൃപ ചെയ്യുന്നു. ആ സമയത്ത് MA കഴിയുന്ന സമയത്ത് എനിക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോഴെല്ലാം പ്രെയർ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ ചെറിയ മർത്തോമാക്കാരെ കൊച്ചമ്മമാരുടെയൊക്കെ കണക്ഷൻ വെച്ച് ഞാൻ ഓരോ മീറ്റിങ്ങിനൊക്കെ കടന്നു പോകുമായിരുന്നു. കടന്നു പോയപ്പോൾ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഒരു ആൻറ്റി എനിക്കൊരു കത്ത് തന്ന്, ഒരു തുണ്ട് തന്ന്, ജോലിയുടെ ടെസ്റ്റ് മണിയൊക്കെ കേൾക്കണം, ഒന്ന് വരണമെന്ന് പറഞ്ഞു. അത് ട്രിവാൻഡ്രത്ത് കേശവാസരത്ത് ജംഗ്ഷനിൽ താമസിച്ചിരുന്ന മറിവാൻസ് കോളേജിലെ പ്രൊഫസർ KJ തോമസ് സാറിൻ്റെ വൈഫ് മണി ആൻറ്റിയാണ് എനിക്ക് ഈ കത്ത് തരാനിടയായത്. ഒരു ദിവസം എനിക്ക് കോളേജിൽ പോകുന്ന വഴിക്ക് ഞാൻ ഈ ആൻറ്റിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. ഞാൻ MA കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ എനിക്ക് സാർ അവിടുത്തെ ട്രിവാൻഡ്രത്ത് ജീസസ് കോൾസ് ബ്രദർ ദിനകറിൻ്റെ ജീസസ് കോൾസ് ഓഫീസിലെ മാനേജരായിരുന്നു. അങ്ങനെ സാർ എനിക്ക് അവിടെ ഓഫീസ് ജോലി തരുവാനിടയായി.
അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. ഒരു ക്രൈസ്തവ ഒരു ഓഫീസിനകത്ത്, ക്രൈസ്തവ ആലയമെന്ന് തന്നെ നമുക്ക് പറയാം, അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രാർത്ഥനകൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, ഓരോ വ്യക്തികളുടെയും വേദനകൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവെ നീ അഭിഷേകം ചെയ്യുവാനിടയായി. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ രോഗികൾ സൗഖ്യമാകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഭൂതബാധിതർ എൻ്റെ മുമ്പിൽ അലറി ഓടുന്നത്, അതിനു മുമ്പ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഉണ്ടോയെന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അവരെ മുമ്പിലൊക്കെ പ്രാർത്ഥിച്ച് നിൽക്കുവാനുള്ളൊരു കൃപ തന്നു. എനിക്ക് സുവിശേഷം പറയാനും അനേകരോട് കർത്താവിനെ കുറിച്ച് ഉയർത്തുവാനും എനിക്ക് ആ ഓഫീസ് വഴി കൃപ ചെയ്തു. വിവാഹ സംബന്ധമായ വിഷയങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ വലിയൊരു വൈതരണിയായിരുന്നെങ്കിലും തക്ക സമയമായപ്പോൾ എൻ്റെ പിതാവിനെ ഏറെക്കുറെ ഒക്കെ അനുകൂലമാക്കി വന്ന് എൻ്റെ വിവാഹം ഇതുപോലെ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന 8 പേരടങ്ങിയ ഒരു കുടുംബത്തിൽ നിന്ന് 8ാമത്തെ പുത്രനായ ഒരാൾ, ബാലകൃഷ്ണ കുറുപ്പിൻ്റെയും സുഭദ്രാമ എന്ന് പറയുന്ന ഒരു ദമ്പതികളുടെ ഇളയ മകൻ, ബാക്കി എല്ലാവരും ഹൈന്ദവര്, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് പുനലൂർ ബദേൽ ബൈബിൾ കോളേജിൽ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹം ആലോചിക്കുകയും വിവാഹം നടത്തുവാനും ഇടയായി. ദൈവം എന്നെ സുവിശേഷ വേലയുടെ മുഖത്ത് ഞങ്ങൾ കടന്നുപോയത് ഇടുക്കിയുടെ പ്രദേശത്തായിരുന്നു. വളരെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കഴക്കൂട്ടമാണ്. ഒരു ബ്രാക്കറ്റ് പീരീഡ് കഴിഞ്ഞിട്ടാണ് ഈ പിരപ്പൻകോടിൻ്റെ സ്ഥലത്ത് വരുവാനിടയായത്. നടക്കുവാനും ചെരലിലൊക്കെ നടക്കാനൊക്കെ എനിക്ക് വലിയ പ്രയാസമാണ്. ആ ഇടുക്കിയുടെ ഏറ്റവും വനാന്തരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയത്. എവിടേക്ക് പോകുന്നൊന്നും അറിയത്തില്ലായിരുന്നു. സുവിശേഷം പറയാനാണ് പോകുന്നതെന്ന് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് പോയി. ഒരു പെട്ടി സാധനങ്ങൾ അച്ഛൻ എൻ്റെ കയ്യിൽ തന്നു. അച്ഛന് ഒരു പെട്ടി സാധനങ്ങളും കുറച്ച് പാത്രങ്ങളും തന്നു. ഒരു രാവിലെ തൊട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 9 മണിക്ക് യാത്ര ചെയ്തപ്പോൾ രാത്രി 6-7 മണിക്ക് ഒരു സ്ഥലത്ത് നിന്ന് എത്തി. അതുവരെ ബസ്സിൽ യാത്ര. അത് കഴിഞ്ഞ് 4 കിലോമീറ്റർ 5 കിലോമീറ്ററോട് ഈ പെട്ടിയൊക്കെ പിടിച്ച് കുന്നും മലകളും കയറി ഇറങ്ങി ഒരു ചായക്കടയിൽ ഒരു ചായ്പ്, ഒരു ചെറിയൊരു റൂം, മണ്ണാണ് കിടക്കുന്ന സ്ഥലമൊക്കെ, മണലാണ്. അവിടെയാണ് വീടെന്ന് പറഞ്ഞ് കടന്നുപോയി. ഞങ്ങൾ ഒരുമിച്ച് അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയായി. കുന്നുകളും മലകളും ഒക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത മേഖലകൾ, കുന്നുകളും മലകളും ഒക്കെ കയറി ഇറങ്ങി യേശു കർത്താവിൻ്റെ അനിത്യതയെക്കുറിച്ച്, യേശു കർത്താവ് ഈ ലോകത്ത് വന്നപ്പോൾ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെക്കുറിച്ചും ത്യാഗമരണത്തെക്കുറിച്ചും, അതുകൊണ്ട് ആ മരണത്തോട് അവസാനിക്കാത്ത ചരിത്രത്തെ തന്നെ 2ആയി വിഭജിച്ച ഈ AD എന്നും BC എന്നും തിരിച്ച യേശുവിൻ്റെ സുവിശേഷം ശക്തമായി എതിരാളികൾക്ക് ഒന്നും തിരിച്ചു മറുചോദ്യങ്ങൾ ഇടുമ്പോഴും അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരെ, മറുചോദ്യങ്ങളിട്ടും അതിൻ്റെ സാധ്യതകളും ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുവാനും എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം ആ കാലഘട്ടം ഞങ്ങളെ കുടുംബമായി ഉപയോഗിച്ചു. ഒരിക്കലൊരു വനാന്തരത്തിൻ്റെ മുകളിൽ, കുന്നിൻ്റെ മുകളിൽ ഞങ്ങളൊരു ആള് ജയിലിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളിനെ സുവിശേഷം പറയാനായിട്ട് ഞങ്ങൾ ആനക്കൽ എന്ന് പറഞ്ഞ സ്ഥലം, അതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞ കമ്പം തേനി ഭാഗത്തിൻ്റെ ഒരു ഭാഗമാണ്. എത്രയോ മലകൾ ഞങ്ങൾ രാവിലെ മുതലേ കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. സുവിശേഷം പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ വലിയൊരു പാറയിൽ നിന്ന് എല്ലാം പാറക്കെട്ടുകളാണ്, താഴെ വന്ന് വീഴുവാനിടയായി. അന്ന് ഞാൻ 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ കുഞ്ഞ് അവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോകാനിടയായി. ആ ഹസ്ബൻഡ് അടുത്ത ദിവസം പോയി എർലി മോർണിംഗിന് അങ്ങ് ചങ്ങനാശ്ശേരിയിൽ ശുശ്രൂഷയ്ക്ക് പോകുമായിരുന്നു. അവിടെ വെച്ച് ഞാൻ ആരുമില്ലായിരുന്നു. അയൽവാസികളായ ഒരു സഹോദരി വിളിച്ച് 4-5 കിലോമീറ്റർ ഈ ശാരീരികമായ ബലഹീനതയോടുകൂടി നടക്കുവാനിടയായി. ആധുനികമായ ഒരു സജ്ജീകരണങ്ങളും എത്താത്ത, ഫോണില്ല, വണ്ടിയില്ല, കറണ്ടില്ല, ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് കടന്നുപോയത്. എങ്കിലും അവിടെയൊക്കെ ദൈവം സൂക്ഷിച്ചു. ഹസ്ബൻഡ് 2 ദിവസം ഫോൺ വഴിയൊന്നും എൻ്റെ ഹസ്ബൻഡിനെ ബന്ധപ്പെടാൻ അന്ന് 10-28 വർഷങ്ങൾക്ക് മുമ്പേ കഴിയില്ലായിരുന്നു. തിരിച്ചു വരുമ്പോൾ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലായിരിക്കുന്ന കാഴ്ച കണ്ടു. വീണ്ടും ഞങ്ങൾ കുറേ കാലം ഞങ്ങൾ ഇടുക്കിയുടെ പ്രദേശത്ത് ജോലി ചെയ്തു. അതൊക്കെയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുപ്രധാനമായ സന്തോഷ നിമിഷങ്ങൾ. കർത്താവിന് വേണ്ടി വിശ്വസിക്കാൻ മാത്രമല്ല, കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുവാനും കൂടെയുള്ള ഒരു വരം ലഭിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരായ പൗലോസും പത്രോസും ഒക്കെ ശക്തിയുക്തം പറയുമ്പോൾ ആ വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുവാനിടയായി. നാട്ടിൽ വന്നു. ഇവിടെ വന്നു 1 വർഷം കഴിഞ്ഞ് അടുത്ത മകൻ്റെ പ്രഗ്നൻ്റോടുകൂടി വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അവിടെ
പ്രവർത്തനങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ദേശത്ത് വന്ന് വീട് വെച്ചു. എനിക്ക് വീട്ടിൽ തന്ന സ്ഥലത്ത് നിന്ന് വീട് വെച്ചു. അവിടെ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ആരാധന തുടങ്ങി. 5 വർഷം അവിടെ ആരാധന നടക്കുമ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് കോളേജിൽ പഠിക്കുമ്പോൾ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് നിറഞ്ഞു. കർത്താവിൻ്റെ ദാസനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിനകത്തും അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ പുറത്തും വിവിധ ലോകരാജ്യങ്ങളിലൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ഒന്നുമില്ല, ഇന്ന് സീറോയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നുവെങ്കിലും കർത്താവിന് വേണ്ടി ദേശത്ത് മനോഹരമായൊരു ആലയവും ഒരു കൂട്ടം ജനങ്ങളെയും ഞങ്ങൾക്ക് കഠിനാധ്വാനത്തിലൂടെ ദേശത്ത് ഇറങ്ങി പ്രവർത്തിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇന്ന് വരെയും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയാൽ ഉപവാസത്താലും സുവിശേഷ പ്രവർത്തനങ്ങളാലും ചാരിറ്റബിൾ പ്രവർത്തനങ്ങളാലും ഞങ്ങൾക്ക് ദൈവം തന്ന ചെറിയ കൃപയ്ക്കനുസരിച്ച് ദൈവം ഞങ്ങളെ നിൽക്കുവാനിടയായി. കഴിഞ്ഞ വർഷം ഞാൻ 2023 ഇവിടെ ബൈബിൾ ക്വിസിന് വരുമ്പോൾ എൻ്റെ ഇളയ മകൻ, കൊച്ചുമകൻ, അവനെ പ്രസവിക്കുമ്പോഴാണ് ഞങ്ങളുടെ സഭാപ്രവർത്തനങ്ങളുടെ സ്റ്റാർട്ടിങ് ആരംഭിക്കുന്നത്. ആ സമയത്ത് അവൻ ഒരുപാട് പോരാട്ടങ്ങളുടെ, ദേശത്തിൻ്റെ വ്യാപാരങ്ങളുടെയൊക്കെ മധ്യത്ത് അവൻ 2 പ്രസവിക്കുമ്പോഴേ അവനൊരു ഓപ്പറേഷൻ 8-ാം മാസത്തിലും 10-ാമത്തെ മാസത്തിലും 6 വയസ്സൊക്കെ ഉള്ളപ്പോഴും അവന് ചില രോഗങ്ങൾ കടന്നു വന്നു. അവന് ഓപ്പറേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദൈവം അവൻ്റെ ജീവനെ തന്നു. 23-ൽ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ മകൻ 2023 ആക്സിഡൻ്റായി. അവൻ്റെ വലത്തെ കാല് 8 ഇടത്തെ കാല് 8 ഒടിഞ്ഞു പോയി. അവൻ കിടപ്പിലാണ്. ആ സമയത്തൊക്കെയാണ് ഞാൻ ഇവിടെ ഓടി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് അവനെ എഴുന്നേൽക്കുവാനും അവൻ ആദ്യം ഒരു രാജ്യത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞില്ല. അടുത്തത് പിന്നെ അവനെ എൽസൊക്കെ പഠിച്ചവന് പുറത്തു പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2024 ഓഗസ്റ്റ് 15-ാം തീയതി ഞങ്ങളുടെ ദേശത്ത് എൻ്റെ ഹസ്ബൻഡ്, ഈ ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ആറ്റിങ്ങൽ സെക്ഷൻ്റെ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്. ഞങ്ങൾ അന്ന് രാവിലെ 8 മണി മുതൽ ഞങ്ങൾ ദേശത്ത് ഞങ്ങളുടെ സഭ ഉൾപ്പെട്ട് നിൽക്കുന്ന ഏരിയയിലെല്ലാം സുവിശേഷ പ്രവർത്തനത്തിനും പരസ്യയോഗത്തിനും പോയി. എൻ്റെ ദേശത്ത് ആദ്യമായിട്ടാണ് എന്നോട് ടെസ്റ്റ് മണി പറയാൻ പറഞ്ഞു. പിരപ്പങ്കോട് ജംഗ്ഷനിൽ വന്ന് എൻ്റെ സാക്ഷ്യവും ദൈവവചനവും യേശു കർത്താവിൻ്റെ കുറിച്ചുള്ള നിത്യതയും ആ വീണ്ടും ജനനവും ആ വീണ്ടെടുപ്പും എല്ലാം ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഇങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 2 മക്കളും പല സ്ഥലങ്ങളിലായിട്ട് സാക്ഷ്യം പറഞ്ഞു. അവസാനം എൻ്റെ ഇളയ മകൻ ആറ്റിങ്ങൽ ടൗണിൽ സാക്ഷ്യം പറഞ്ഞിട്ട് മൂത്ത മകനുമായി ഞാൻ കാറിൽ വന്നു. കൊച്ചുമകൻ സ്കൂട്ടറിലാണ് വന്നത്. വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് ഫുഡുകൾ അധികം ഇരിക്കുന്നു. രാവിലെ കൊണ്ടുവന്ന് അങ്ങനെ എൻ്റെ മകൻ, എൻ്റെ ഫാദർ അന്ന് കിടപ്പിലാണ്, മരണക്കിടക്കയിലാണ്. ഫാദറിന് കുറച്ച് ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് അടുത്ത ഒരു വിശ്വാസിയുടെ അടുക്കയിലേക്ക് ഫുഡും കൊണ്ടുപോയപ്പോൾ വരണ വഴിക്ക് അവന് ലെഫ്റ്റിലൂടെ പോയി എൻ്റെ മകനെ റൈറ്റിലൂടെ വന്ന ഒരു വാഹനം വന്ന് ഇടിക്കുവാനിടയായി. ഇടത്തേക്കാല് 8 ഒടിഞ്ഞു പോയി. ഒരു വിധം അവൻ നടന്നു തുടങ്ങിയതായിരുന്നു. അവൻ്റെ ശരീരം മുഴുവൻ വന്ന് തകർക്കപ്പെട്ടു. വണ്ടിയെല്ലാം തവിടുപൊടിയായി, പൊടി പോലെയായി പോയി. എൻ്റെ മോൻ്റെ കൈയും ഹിപ്പും തുടയെല്ലും കാലും അങ്ങനെ 21 ഓപ്പറേഷൻ കിംസിലും SP ഫോർട്ടിലുമായിട്ട് എൻ്റെ മകൻ്റെ ചികിത്സകൾ 1.5 വർഷം നീണ്ടു നിന്നു. കിടപ്പിലായിരുന്നു. എങ്കിലും ദൈവം എന്നെ വിടുവിച്ചു. ഓരോ പ്രാവശ്യം ആശുപത്രിയുടെ ICയുടെ മുമ്പിൽ എന്നും എൻ്റെ മകൻ ഓപ്പറേഷനായിരുന്നു. നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കും. ഈ ബൈബിൾ ക്വിസ് എന്നൊക്കെ പറയുന്നത് ഒരു മത്സരത്തിന് മത്സരിക്കുന്നതിനേക്കാളുപരിയായി ദൈവത്തിൻ്റെ വചനം എല്ലാവരും വന്ന് ഒരു കൂട്ടത്തോടെ എല്ലാവരും മോനെ കാണാൻ വരും. എന്നാൽ എല്ലാവരും കൂട്ടത്തോടെ പോകും. ഞാൻ ഒറ്റയ്ക്ക് റൂം എടുത്ത് ഞാൻ റൂമിൽ താമസിക്കത്തില്ല. ഞാൻ ICയുടെ ഫ്രണ്ടിൽ നിന്ന് ബൈബിൾ ധ്യാനിച്ചു കൊണ്ടേയിരിക്കും. ഓരോ ദൈവവചനം വായിക്കുമ്പോഴും ദൈവം എന്നെ ബലപ്പെടുത്തും. എൻ്റെ മകനൊരു ജീവനെ തരും, അവൻ കർത്താവിൻ്റെ വേല ചെയ്യും എന്നുള്ള വളരെ ആഗ്രഹമായിരുന്നു. അതെല്ലാം അവനെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയായി. കഴിഞ്ഞ വർഷക്കാലം അവസാനം അവൻ 80% അവൻ ഓക്കെയായി. അവൻ കാനഡയിലേക്ക് കടന്നുപോയി. അവിടെ കടന്നുപോയതിന് ശേഷം എൻ്റെ മോൻ ദീർഘമായ ഉപവാസങ്ങൾ എടുക്കുവാനിടയായി. അവൻ ദൈവവുമായി പേഴ്സണലി അവനൊരു എൻകൗണ്ടർ ഇവിടെ വെച്ച് ഉണ്ടായി. അവിടെ ചെന്ന് വളരെയധികമായി 2 മീറ്റിങ്ങിൽ അവനെ കടന്നു പോകാനും 2 മീറ്റിംഗ് ഒക്കെ അവന് വർഷിപ്പ് ലീഡ് ചെയ്യുവാനും ഒക്കെ ഇടയായി. ഞങ്ങളെ കുടുംബമായി സൂക്ഷിച്ചു. ദൈവം ഇത്രത്തോളം ചെയ്തു. ഇന്നും ഭവനങ്ങളിൽ കയറി ഇറങ്ങി സുവിശേഷം പറയുവാനും ട്രാക്റ്റ് കൊടുക്കുവാനും സുവിശേഷ വേലയിലായിരിക്കാനും ദൈവം കൃപ ചെയ്യുന്നു. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസരം തന്ന സാറിനും ജഡ്ജസിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ വിരമിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ബൈബിൾ ക്രൗൺ 26 പങ്കെടുക്കുന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും പ്രായം കൂടിയ റെബേക്ക ജോൺ, 82 വയസ്സ്, പ്രിയപ്പെട്ട ജോളിയുടെ മാതാവാണ്. അപ്പോൾ ആ അമ്മ കടന്നുപോയ ദീർഘവർഷങ്ങളിലെ യാതനയും വേദനയൊക്കെ
നാം കേട്ടിട്ടുണ്ട്. അമ്മയുടെ മൂത്ത മകളാണ് ജോളി. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുഞ്ഞിൻ്റെ അസ്വസ്ഥത ഉള്ളപ്പോഴാണ് ഇവിടെ വന്നത്. ഞാൻ ഓർക്കുന്നു, ഇപ്പോഴും അത് ചോദിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. കഷ്ടങ്ങളുടെയും വേദനകളുടെയും ഒക്കെയും തീച്ചൂളകളിലും കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം അനുഭവിക്കുവാൻ മാത്രമല്ല, അത് ലോകത്തോട് വിളംബരം ചെയ്യുവാൻ തക്കവണ്ണം കൂടുതലായി ദൈവം സഹായിക്കട്ടെ. ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രകാരം പ്രവർത്തിക്കാൻ ജോലിയെയും കുടുംബത്തെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടുത്തെ ഒരു മത്സരമല്ല എങ്കിൽ പോലും ഒരു മത്സരത്തിൻ്റെ പരിധിയിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജോളി ജയകുമാറിന് 5 മാർക്സ്. 5 മാർക്കാണ് ടോട്ടൽ, 5 മാർക്സ്. അടുത്ത ഡോക്ടർ ഗ്രേസി സാർ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. നിന്റെ വചനം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു എന്നുള്ളതുപോലെ എൻ്റെ ജീവിതത്തിൽ വചനമാണ് എന്നെ സന്തോഷത്തോടെ ഇങ്ങനെ ഈ രീതിയിൽ നിർത്തിയിരിക്കുന്നത്. വചനം വായിക്കുക, അത് ഗ്രഹിക്കുക എൻ്റെ ഒരു ഹോബിയായിട്ട് ഞാൻ മാറ്റിയെടുക്കുക. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ ഒരുക്കി. അപ്പോൾ ഇവിടെ 5 മിനിറ്റാണുള്ളത്. ചുരുക്കി ഞാൻ പറഞ്ഞോട്ടെ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു, എൻ്റെ മൂത്ത മോൻ ഒരു ദൈവവേല എടുക്കുന്നവൻ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത മകനായിരുന്നു. BBA MB എല്ലാം കഴിഞ്ഞിട്ട് അവൻ UTCയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. 3 വർഷം വർക്കറായിരുന്നു, 3.5 വർഷം 6 മാസം ഒരു ചർച്ചിലും 3 വർഷം വേറൊരു ചർച്ചിലും, അങ്ങനെ 3.5 വർഷം വർക്കറായിരുന്നു. 26-ാമത്തെ വയസ്സിൽ യേശുപ്പനെ യേശുപ്പ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം കൊച്ചുമോൻ്റെ മോൻ അവൻ ഞങ്ങളുടെ ജീവനാണ്. അവൻ ഇപ്പം ഞങ്ങളോട് വരാനുള്ള പ്രായമായി. അവനിപ്പോൾ 5 വയസ്സ് കഴിഞ്ഞ് ഇന്ന് ഞങ്ങളോട് ഉണ്ട്. പിന്നെ ഹസ്ബൻഡിന് ഇപ്പോൾ സെപ്റ്റംബർ 4-ാം തീയതി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് അനൂറിസമായിരുന്നു. അയോർട്ടയിൽ അനൂറിസം ഏറ്റവും വലിയ രക്തക്കുഴലാണല്ലോ നമ്മുടെ അയോർട്ടയിൽ അനൂറിസം വന്നിട്ട് അത് ഞങ്ങൾ അറിയാതിരുന്നു. ഒരു സിംറ്റം ഇല്ലാതെ ഇരുന്നു. വേറൊരു അസ്വസ്ഥതയായിട്ട് പോയപ്പോൾ വെറുതെ ഒന്ന് അൾട്രാസൗണ്ട് എടുത്തപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ പിന്നെ CT എടുത്തപ്പോൾ ഇങ്ങനെ നിങ്ങൾ ടൈം ബോംബ് കൊണ്ട് നടക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞ് കിംസിലൊന്ന് ഒരു ഓപ്പറേഷൻ പറഞ്ഞു. അതിൻ്റെ ആ സിവിയറിറ്റി നമുക്കറിയാം. ഒരു നിമിഷം പോലും, ഒരു മിനിറ്റ് പോലും അത് പൊട്ടിക്കഴിഞ്ഞാൽ ജീവിച്ചിരിക്കില്ല എന്നുള്ളതറിയാം. ഓപ്പറേഷനും അതിനേക്കാളും ക്രിട്ടിക്കലാണ് എന്നുള്ള ഡോക്ടർ പറഞ്ഞ്. പിന്നെ ഷുഗറോ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട്, ആരോഗ്യമുള്ളതുകൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ സമ്മതിച്ചു. ഓപ്പറേഷൻ ചെയ്ത് അപ്പം ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അടുത്ത് യേശുപ്പ എനിക്ക് തരുന്നത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരുന്നത്, എനിക്ക് വേദനകൾ തന്നിട്ട് എന്നെ കൊച്ചുകുട്ടികൾ നമ്മൾക്ക് വേദനപ്പെടുമ്പോൾ അവർ തോളിൽ കിടന്ന് കരയുമ്പോൾ ഞങ്ങൾ തട്ടി ഇങ്ങനെ ആശ്വസിപ്പിക്കുമല്ലോ, അതുപോലെ യേശുപ്പ എനിക്ക് വേദന തന്നിട്ട് എന്നെ തട്ടി ആശ്വസിപ്പിക്കും. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വേദന തന്നിട്ട് യേശുപ്പ എന്നെ തട്ടി ആശ്വസിപ്പിക്കാൻ നിൽക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല എന്ന് യേശുപ്പൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അതിശയകരമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു പുനർജന്മം പോലെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഇപ്പം ഞങ്ങളുടെ ചർച്ച് സെക്രട്ടറിയാണ്. പിന്നെ ഞാനും കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ കുടുംബമായിട്ട് പിന്നെ മോൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആ ആഗ്രഹം നടക്കാൻ പറ്റും. പക്ഷെ ആഗ്രഹത്തിൽ കൂടെ ദൈവം നടത്തുന്ന കനൽ വഴിയിലൂടെയാണ്. ഞാൻ ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഈ കഷ്ടതയുള്ള ഈ തീയിൽ കൂടെ നടക്കുമ്പോൾ നമ്മളെ കാല് പൊള്ളാതെ നമ്മുടെ താങ്ങി നടത്തിക്കൊണ്ടു പോകുന്ന അനുഭവം, അത് എത്രയും മനോഹരമായിട്ടുള്ള അനുഭവമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റി. അതൊന്ന് ചുരുക്കി പറഞ്ഞോട്ടെ, അതാണ് എൻ്റെ ജീവിതത്തിലുള്ള വിജയം, നേട്ടം. അതിന് യാതൊരു സംശയമില്ല. അതിന് ഈ വചനമാണ് എന്നെ വഴി നടത്തുന്ന ജീവനുള്ള വചനമാണ്. ആ ജീവനുള്ള വചനത്തിന് മാറ്റമില്ലാത്ത വചനമാണ്. അപ്പം നമ്മൾ ആ പറയുന്ന അത് ഉൾക്കൊണ്ട് ഒരാളുടെ കൂടെ പറയുമ്പോൾ, ഇപ്പം പേഷ്യൻസ് തന്നെ എൻ്റെ മുമ്പ് വരും. അപ്പം അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അവരുമായി റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഈ വേദന, കഷ്ടത എന്നുള്ളതാണ് നമ്മുടെ മരുഭൂമിയിൽ കൂടെയാണ് ദൈവം നടത്തുന്നത് എന്ന് അവരുടെ കഷ്ടതയെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അവർ പറയും ആശ്വാസം തോന്നണം. ഇപ്പോൾ അസുഖമൊക്കെ കുറഞ്ഞതായിട്ട് തോന്നണം. മാഡത്തിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക്
ആശ്വാസം തോന്നുമെന്ന് പറയാതെ എൻ്റെ കഴിവല്ല, ആ വചനത്തിൽ നിർത്തിയാണ് ഞാൻ പറയുന്നത്. ആ കഷ്ടത ഉണ്ടോ അവിടെ ദൈവം ഉണ്ട്, യാഥാർത്ഥ്യമാണ്. എങ്ങനെയുള്ള കഷ്ടത? നമ്മൾ നീതി നിമിത്തം കഷ്ടം അനുഭവിച്ചാൽ അവിടെ ദൈവം ഉണ്ട് എന്നുള്ളത് എനിക്ക് ഇനി വചനത്തിലൂടെ എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലാക്കി അങ്ങനെ ആശ്വാസം തരും. നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതല്ലല്ലോ, നമുക്ക് നിത്യജീവനാണല്ലോ നാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിട്ട് കഷ്ടം വന്നാലും മരിച്ചാലും പേടിക്കേണ്ടതില്ല എന്ന് ദൈവം ധൈര്യത്തോടെ എന്നെ നടത്തും. എന്നാലും കഷ്ടം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളെ വായിൽ വരുന്ന രീതിയിലൊക്കെ യേശുപ്പനോട് അടുത്ത് പ്രാർത്ഥിക്കും, തരണമെങ്കിൽ തരട്ടെ, എൻ്റെ മോനെ തന്നില്ലല്ലോ. എന്നാലും അതുപോലെ യേശുപ്പൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ തോളിൽ കിടത്തി ഒരു കഷ്ടത തന്നിട്ട് ആശ്വസിച്ചോ എന്ന് പറയരുതേന്നൊരു വാക്ക് പറഞ്ഞു യേശുപ്പ. അതിലൊന്നും എനിക്ക് വിജയം തന്നു. നമുക്ക് ഇങ്ങനെ കുടുംബമായിട്ടിപ്പോൾ സഭയായിട്ട് ചേർന്ന് നിന്ന് ദൈവവേല ചെയ്യാൻ പറ്റുന്നതിന് സഹായിച്ച ദൈവത്തിന്, ഈ ജീവനുള്ള വചനത്തിനും എത്ര തന്നെ നന്ദി പറഞ്ഞാലും പറയില്ല. അതിന് ഈ ഒരു അവസരം, ഈ വേദി എനിക്ക് ലഭിച്ചത് മഹാഭാഗ്യമായിട്ട് കിട്ടുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതലായി ദൈവത്തോട് പ്രവർത്തിപ്പാൻ ആരോഗ്യവും ബലവും കൃപയും തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ് ഗ്രേസി സത്തിന് 4 മാർക്സ്. അടുത്തതായിട്ട് വത്സല ജസ്റ്റിസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് വത്സല ജസ്റ്റിസ്. ഞാൻ വട്ടപ്പാറ ലൂതറൻ സഭയിലെ അംഗമാണ്. എൻ്റെ വീട് ആര്യനാട് CSI സഭാംഗമായിരുന്നു. 9 മക്കളാണ്, ഒരമ്മയ്ക്കും അപ്പനും. ഏറ്റവും ഇളയ മോളാണ് ഞാൻ. അപ്പൻ്റെ ആ ദൈവഭക്തിയിൽ വളർന്നു വന്ന ഒരു മോളാണ്. ചെറുപ്പം മുതലേ സൺഡേ സ്കൂളിൽ ദൈവവചനം പഠിച്ചു. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് വചനമാകുന്ന പാൽ കുടിച്ച് വളരണമെന്നുള്ള ആ വചനത്തിന് അടിസ്ഥാനമിട്ട് ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സഭയിൽ പോകുമ്പോഴും എല്ലാ കൺവെൻഷൻ യോഗങ്ങൾക്കും പള്ളിയിലും എല്ലാം അപ്പം കൊണ്ടുപോകുമായിരുന്നു. പോയിട്ട് വരുമ്പോഴും അന്ന് അവിടെ പ്രസംഗിച്ചതായ ആ വചനങ്ങൾ ഞങ്ങളോട് ചോദിക്കും, ഇന്ന് അവിടെ എന്താണ് പറഞ്ഞത്, അത് ഗ്രഹിച്ചു പോകുന്നുള്ളത്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകൾ ഇപ്പോൾ ഉള്ള ഭവനങ്ങളിൽ വളരെ കുറവാണ്. ആ സമയം TV പ്രോഗ്രാമുകളും സീരിയലും അതും കണ്ടിരിക്കും. അന്നുള്ള കാലത്ത് എല്ലാ വീടുകളിലും ഒരു സമയമാകുമ്പം എല്ലാ ഭവനങ്ങളിലും പ്രാർത്ഥന, എല്ലാ മക്കളെയും കൂട്ടിയിരുത്തി പ്രാർത്ഥന ഉണ്ട്. അതേപോലെ ഒരു നല്ല ആരാധനയുള്ള ഒരു കുടുംബമായിരുന്നു എൻ്റെ വീട്. ആ വിശ്വാസത്തിൽ തന്നെ പിന്നീടും എനിക്ക് ജീവിക്കുവാനായി സാധിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്നത് ഒരു ലൂതർ മിഷൻ സഭ വിഭാഗത്തിലാണ്. അവിടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പലവിധമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്നത്രയും ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ച രീതിയിൽ കൂടുതലായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് ജീവിപ്പാൻ സർവശക്തനായ ദൈവം എന്നെ വഴി നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 40 വർഷമാകുന്നു. മെയ് 1 40 വർഷം തികഞ്ഞു. ഇന്നുവരെയും കഷ്ടതയിലും പ്രയാസത്തിലും ഭാരത്തിലും ആണെങ്കിലും ആ ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ചുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, മക്കളെ വളർത്തുവാൻ എല്ലാം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു ദിവസം വചനം വായിച്ചില്ലെങ്കിൽ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ, അത് നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാതിരിക്കുന്നത് പോലത്തെ ഒരു ഭാരമാണ് മനസ്സിന്. എന്നും ദൈവവചനം വായിക്കണം. അതേപോലെ ഇപ്പോൾ ശാരീരികമായുള്ള അസ്വസ്ഥതകളുണ്ട്. ഒരു പ്രാവശ്യം വന്നതുകൊണ്ട് വീണ്ടും ഇത്രയും വലിയ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരം തന്നതിനെ നിഷേധിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ വന്നത്. അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വത്സല ജസ്റ്റ് 4 മാർക്ക്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നെയ്യാറ്റിൻകര മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അവിടുന്ന് കല്യാണം കഴിച്ചാണ് വേറ്റനാടിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ പപ്പയും അമ്മയും കത്തോലിക്ക വിശ്വാസികളായിരുന്നു. അമ്മ ലാറ്റിനും പപ്പ മലങ്കരയുമാണ്. ഞങ്ങൾ 3 മക്കളാണ്. എനിക്കൊരു മൂത്ത ജ്യേഷ്ഠനുണ്ട്, ഒരു അനുജത്തിയുണ്ട്. ഞങ്ങൾ 3 പേരെയും വിശ്വാസം വളർത്തത്തക്ക രീതിയിൽ തന്നെയാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. ഞങ്ങളവിടെ സൺഡേ സ്കൂളിലെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് ഉള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളെ പങ്കെടുപ്പിക്കുകയും ഞങ്ങളെ അതിനനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷേ വീട്ടിൽ വളരെ ദാരിദ്ര്യ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അമ്മയുടെ കഠിനമായ പ്രാർത്ഥന എൻ്റെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. രാത്രിയും രാവിലെയും അമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ട് ദൈവം മുമ്പിൽ
സമർപ്പിതയോടു കൂടിയായിരുന്നു അമ്മ ജീവിച്ചിരുന്നത്. ആ ഒരു വിശ്വാസമാണ് എന്നെ കൂടുതൽ ആഴമായ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ പല പ്രതിസന്ധികളും ജീവിതത്തിൽ പേരുദോഷം ചെയ്യാത്ത തെറ്റിന് പേരുദോഷമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു. അമ്മയുടെ പ്രാർത്ഥന മൂലം ഇന്ന് ഞങ്ങൾ വളരെ സാമ്പത്തികത്തിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അന്നുള്ള ആഹാരം ജീവിച്ചൊക്കെ പോകാൻ കർത്താവ് കൃപ നൽകി. ഞാനിന്ന് സെൻറ്റ് കുര്യറ്റി സ്കൂളിലെ ടീച്ചറാണ്. LP സ്കൂളിൽ ഞാൻ അധ്യാപികയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ദൈവം അത്രയും മഹത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഓരോ നിമിഷവും ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിക്കൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇളയ മോനെ പ്രസവിച്ച് 2 മാസമാവുന്നതിന് മുമ്പ് ഡോക്ടറെ കാണാനായിട്ട് 4-5 ഡോക്ടറെയാണ് കാണിക്കാൻ പോകുന്നത്. അവിടെ പോയിട്ട് തിരിച്ച് ഞാൻ ഒരു ഫാസ്റ്റ് ബസ്സിൽ കയറി. എൻ്റെ കയ്യിൽ നിന്ന് മോൻ താഴെ വീണുപോയി. ദൈവം അന്ന് അത്ഭുതം പ്രവർത്തിച്ചു. ഒരു ആപത്തും കൂടാതെ അത് സ്റ്റെപ്പിൻ്റെ അടുത്ത് ഒരു തൂണിനോട് ചേർന്നാണ് മോൻ വീണത്. സ്റ്റെപ്പിലോട്ട് വീണ് കഴിഞ്ഞാലും മോൻ അപ്പോഴും തന്നെ അപകടം സംഭവിക്കും. അതുപോലെ തന്നെ ആ തൂണിൽ തട്ടിക്കഴിഞ്ഞാൽ അപകടം സംഭവിക്കും. കർത്താവ് അതൊന്നും നൽകാതെ എൻ്റെ മോനെ കർത്താവ് കൈകളിൽ താങ്ങി. ഞാൻ മാതാവിനോടാണ് ആദ്യം വിളിച്ചത്, എൻ്റെ അമ്മയെ മാതാവേ കാത്തോളണേ എന്ന് വിളിച്ചത്. അമ്മ അത് കൈകളിൽ താങ്ങിക്കൊണ്ട് തന്നെ എൻ്റെ മോനെ സംരക്ഷിച്ചു. ഇന്ന് അവൻ IT-ക്ക് മൊബൈൽ ടെക്നീഷ്യന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ദൈവം എന്നെ കാത്തു പരിപാലിക്കുന്നു. എനിക്ക് 2 മക്കളാണ്. മൂത്ത മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അവനെ ദൈവം അതിശയമായി കാത്തു പരിപാലിക്കുന്നു. അവൻ്റെ അഡ്മിഷൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപ വളരെയധികം കണ്ടെത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ അവിടെ സൺഡേ സ്കൂളിൽ 92 മുതൽ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു. സൺഡേ സ്കൂൾ അധ്യാപികയാണ് ഞാൻ. അവിടെയും കുട്ടികൾക്ക് മാതൃകയാകുന്ന തരത്തിൽ എൻ്റെ പ്രവർത്തനവും എൻ്റെ ജീവിതവും ഞാൻ ഒരു മാതൃക പോലെ തന്നെ കുട്ടികൾക്ക് സ്വീകരിക്കത്തക്ക രീതിയിൽ പരമാവധി എല്ലാവിധമായ ഞങ്ങളുടെ ഇടയിലുണ്ടാകുന്ന എല്ലാ തിന്മകളെയും അകറ്റുന്നതിന് വേണ്ടിയിട്ട് ദൈവമായിട്ട് കൂടുതൽ ചേർന്ന് നിന്നു. ഞാൻ TTC പഠിക്കുമ്പോഴും ഞാൻ എപ്പോഴും ഞാൻ അൾത്താരയുടെ മുമ്പിൽ വന്നിരുന്ന്, ഞാൻ ഹോസ്റ്റലിലാണ് നിന്നത്. അവിടെ അൾത്താരയുടെ മുമ്പിൽ നിന്ന് ഒത്തിരി സമയം യേശുവായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടാനായിട്ട് സമയം കണ്ടെത്താറുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയിലും പരമാവധി എനിക്ക് പറ്റുന്ന തരങ്ങളിൽ വിശുദ്ധ കുർബാനയിലും പങ്കാളിയാകാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവമഹത്വം, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കിയത് എൻ്റെ പപ്പയുടെ സംഭാഷണത്തിൽ നിന്നാണ്. പപ്പ മരിക്കുന്ന ദിവസം ഞങ്ങൾ കോഴിക്കോട് ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നത് BRCയുടെ കീഴിൽ വൈകല്യമുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 1 വർഷം ട്രെയിനിങ് തരും. അത് നമ്മുടെ കേരളത്തിനകത്ത് വിവിധ ജില്ലകളിൽ എവിടെയെങ്കിലും വെച്ചായിരിക്കും ട്രെയിനിങ് തരുന്നത്. പപ്പ മരിക്കുന്ന സമയത്ത് 2013 ഞങ്ങൾക്ക് കോഴിക്കോട് 15 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദിവസം ഒരു ദിവസം ഉച്ചയ്ക്ക് പപ്പ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ നിനക്കിപ്പോൾ സമയമുണ്ടോ എന്നോട് സംസാരിക്കാൻ. പപ്പ ഡയാലിസിന് വിധേയനായിരുന്നു. 2.5 വർഷക്കാലം ഡയാലിസ് ചെയ്തു. അപ്പം ഡയാലിസിന് വന്നിട്ട് നിംസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് പപ്പ എന്നെ വിളിക്കുന്നത്. ഞാനിന്ന് നേരത്തെ വന്നു. എനിക്ക് ഉച്ചയ്ക്കായിരുന്നു 11:30 ഡയാലിസിൻ്റെ സമയം. ഞാനെന്നാൽ ഇന്ന് മോൻ്റെ കൂടെ നേരത്തെ വന്നു. അതുകൊണ്ട് എൻ്റെ ഡയാലിസ് നേരത്തെ കഴിഞ്ഞു. ഇനി മോൻ വൈകുന്നേരം വരുമ്പോൾ, അതെൻ്റെ ജ്യേഷ്ഠൻ വരുമ്പോൾ തിരികെ പോകാം. അപ്പോൾ എനിക്കിപ്പോൾ സമയമുണ്ട്, അപ്പോൾ മോളോടൊന്ന് സംസാരിക്കണം തോന്നി, അതാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പപ്പ, സംസാരിച്ചോളൂ. ഞങ്ങൾക്ക് ഉച്ചഭക്ഷണ സമയമായിരുന്നു. ഞാനങ്ങനെ ഒത്തിരി നേരം പപ്പയോട് സംസാരിച്ചു. പപ്പ പറഞ്ഞു, ഞാൻ മോളെ വിളിച്ച് എന്തെങ്കിലും വിഷമം പറഞ്ഞാൽ എനിക്ക് ആ വിഷമം വളരെ വേഗം മാറും. മോളത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന വ്യക്തികളായിട്ട് സംസാരിക്കാനാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ പപ്പ എന്നോട് ഒത്തിരി നേരം സംസാരിച്ചു. പപ്പയുടെ കാര്യങ്ങൾ എന്നെക്കുറിച്ചും പപ്പ ഇങ്ങനെ എന്നെ കുറച്ചുകൂടെ എന്നെ മഹത്വരമാക്കുന്ന തരത്തിൽ പപ്പ എന്നോട് സംസാരിച്ചു. പക്ഷെ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ വൈകുന്നേരം അവിടെ ഇത് കഴിയുമ്പോൾ പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ തയ്യാറെടുപ്പിനായിട്ട് ഞങ്ങൾ വൈകുന്നേരം വീണ്ടും റൂമിലേക്ക് വന്നപ്പോൾ വീണ്ടും കോൾ വന്നു. അത് പപ്പയുടേതായിരുന്നില്ല, എൻ്റെ സഹോദരൻ്റെതായിരുന്നു. പപ്പയ്ക്ക് പെട്ടെന്ന് അറ്റാക്ക് പോലെ വന്നു. പപ്പ വെന്റിലേറ്ററിലാണ്, വേഗം വരണേന്ന് പറഞ്ഞ് എന്നെ ഇവിടെ വിളിക്കുകയായിരുന്നു. ഞാൻ ഓർത്തു, ദൈവമേ എന്നെക്കുറിച്ച് പറയാനായിട്ട് അങ്ങ് കണ്ടെത്തിയ നിമിഷം എൻ്റെ പപ്പ. കാരണം ഞങ്ങൾ പപ്പയോട് അങ്ങനെ പണ്ട് കാലത്ത് അറിയാമല്ലോ, അങ്ങനെ പാരൻസ് അപ്പന്മാരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഫ്രണ്ട്ലി അല്ലായിരിക്കും. പക്ഷേ പപ്പ ഞാൻ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പപ്പ കണ്ടെത്തിയ ഒരു നിമിഷം എനിക്കതും ഇന്നും എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ
ഏതൊരു നിമിഷം വരുമ്പോഴും അത് ഈശോയോട് ചേർന്ന് നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ വളരെ വേഗം കണ്ടെത്താറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട്. പലരും പരസ്പരം പ്രാർത്ഥനാ നിയോഗങ്ങൾ പറയാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഉപവാസവും നോമ്പുമൊക്കെ അനുഷ്ഠിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തിൽ യേശുവിൻ്റെ മഹത്വം ജീവിതത്തിലുടനീളം കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ 2012 എൻ്റെ ഹസ്ബൻഡ് ഷോക്ക് കേൾക്കുകയുണ്ടായി. ക്രിസ്മസിൻ്റെ തലേദിവസം December 24 ആയിരുന്നു. അപ്പോൾ അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹസ്ബൻഡ് ജോലിക്ക് പോയെടുത്ത് ഹസ്ബൻഡ് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കെട്ടിടത്തിൻ്റെ താഴ്ചയിൽ അണ്ടർഗ്രൗണ്ടിൽ വെള്ളം അവിടുത്തെ പണി നടക്കുന്ന സമയത്ത് അവിടെ വേറെയും പണിക്കാരുണ്ടായിരുന്നു, ഹിന്ദിക്കാരും മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഷോർട്ടേജ് ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡോട് ഫോൺ ചെയ്ത് അതിൻ്റെ ഉടമസ്ഥരെ വിളിച്ച് പറയുകയും കറണ്ട് കട്ടുകയും ചെയ്തു. അല്ലെങ്കിൽ അന്ന് അവിടെ ഒരു ഹിന്ദിക്കാരൻ മരിക്കേണ്ടതായിരുന്നു, കാരണം വെള്ളത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഷോർട്ടേജ് ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനും അതുപോലെ ഉണ്ടായി. മണ്ണന്തലയിലൊരു പണി സൈറ്റിൽ അവിടെ ട്രിപ്പ് വെച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പണി ഇങ്ങനെ പെട്ടെന്ന് ഷോക്ക് അടിക്കുകയും മറിഞ്ഞു വീഴുകയും ചെയ്തു. അവിടെ കണ്ടു നിന്നവരെല്ലാം പേടിച്ചു, ഒരു ജീവൻ രക്ഷപ്പെടില്ല എന്ന് കരുതി. പക്ഷേ എൻ്റെ ദൈവം എൻ്റെ ചേട്ടനെ ആ മരണത്തിൽ നിന്നും സംരക്ഷിച്ചു. ഞാൻ ആ ഒരാഴ്ച കാലം കൊണ്ട് വളരെ വേദനയായിരുന്നു. എൻ്റെ മനസ്സിൽ ഭയങ്കര ഭയമായിരുന്നു, ഒരു ഭാരമായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവമായിട്ട് കൂടുതൽ നോമ്പ് നോക്കുന്ന സമയമാണ്, നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ നോമ്പ് നോക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈശോയായിട്ട് കൂടുതൽ, മാധവമായിട്ട് കൂടുതൽ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. ആ ഒരു വേദനയും ഭയവും ഭാരമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്. പക്ഷേ അതായിരിക്കാം എൻ്റെ ഭർത്താവിനെ അന്ന് ജീവൻ നൽകി രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് അറിയാതെ ഉറങ്ങിപ്പോവും. ആ ഉറങ്ങിപ്പോകുന്ന നിമിഷങ്ങളിലെല്ലാം കർത്താവിനിക്ക് യാതൊരു ആപത്തും കൂടാതെ, വാഹനത്തിൽ നിന്ന് ഇതുവരെ യാതൊരു ആപത്തും കൂടാതെ എന്നെ കാത്തു സംരക്ഷിക്കുകയാണ്. ഞാൻ പലപ്പോഴും വണ്ടി നിർത്തി മുഖം കഴുകാറുണ്ട്, വെള്ളം കുടിക്കാറുണ്ട്. ചിലപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ചാരിയിൽ ഇറങ്ങുമ്പം ചുറ്റുമുള്ളവർ നടന്നു പോയിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്ത് പറ്റി, ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ, ഹോസ്പിറ്റലിൽ പോകണോ? ഇല്ല, ഞാൻ പറയും കുഴപ്പമില്ല, ഒരല്പസമയം ഞാൻ നിന്നിട്ട് പൊക്കോളാം എന്ന് പറയും. പക്ഷെ ഞാൻ വീണ്ടും വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് എയ്ഡഡ് സ്കൂളിലേക്ക് കയറി കഴിഞ്ഞിട്ട് 2017 എനിക്ക് എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടുന്നത്. അത് 2000 മുതൽ 2017 വരെ ഞാൻ വൈകല്യമുള്ള കുട്ടികളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ TTCയും D.Edഉം, അതായത് വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള കോഴ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2017 ഞാൻ ആദ്യം ജോലി ചെയ്യുന്നത് ബാലരാമപുരത്തിനടുത്തുള്ള സ്കൂളിലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇത്രയും ദീർഘദൂരം യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും പലപ്പോഴും എൻ്റെ കണ്ണങ്ങ് അടഞ്ഞു പോകും. ഞാൻ ഒത്തിരി ദിവസം ഞാനിങ്ങനെ റോഡിൻ്റെ വക്കിൽ അല്ലെങ്കിൽ സെൻറ്ററിൽ കയറി പോയി പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ബാലരാമപുരത്തെ തിരക്കും, ഈ റോഡ് ഇവിടെ നിന്ന് തന്നെ എല്ലാം MC റോഡാണ്. അപ്പോൾ ഈ റോഡിലെ തിരക്ക് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു ആപത്ത് പോലും വരാതെ ദൈവം എൻ്റെ വാഹനത്തിൽ നിയന്ത്രിച്ചു, എന്നെ കൈകളിൽ താങ്ങി ഉള്ളം കയ്യിൽ കാത്തു പരിപാലിച്ചു. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഞാൻ ഇന്ന് സൺഡേ സ്കൂളിലെ പ്രഥമ അധ്യാപികയായിട്ടാണ് വർക്ക് ചെയ്യുന്നത് വേറ്റനാട് ഇടവകയിലെ. എനിക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, ശുശ്രൂഷ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്ത് നടത്തുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. 1992 തുടങ്ങിയ എൻ്റെ ഈ പ്രവർത്തനം ഇതുവരെയും ഞാൻ ഈ മതബോധന പഠനത്തിൻ്റെ സഹായിക്കലിൽ ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുപോലെ നെടുമങ്ങാട് വൈദ്യ ജില്ലയുടെ സെക്രട്ടറിയായിട്ട്, മതബോധന സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ ഓട്ടം ഓടി പൂർത്തിയാക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനെന്നെ സർവശക്തനായ ദൈവം പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കും. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനൊരു വേദി എനിക്കിവിടെ കിട്ടിയതിൽ ഞാൻ ഇതുവരെ എൻ്റെ സാക്ഷ്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഒരിടത്തും ഒരു സാക്ഷ്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതലായി പ്രവർത്തിക്കുവാനും അനേകർക്ക് ദൈവത്തിൻ്റെ വെളിച്ചം കൊടുക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവയ്ക്ക് 4 മാർക്സ്. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. യഹോവ വീരനെ പുറപ്പെട്ട്
യോദ്ധാവെ പൊട്ടിഷ്ടത ജ്വലിപ്പിക്കും, ആർത്തു വിളിക്കും അവനാർപ്പോടെ, പേർ ചൊല്ലി വിളിച്ചു വീണ്ടെടുക്കും, ആർത്തു വിളിക്കും അവനാർപ്പോടെ, പേർ ചൊല്ലി വിളിച്ചു വീണ്ടെടുക്കും. സർവശക്തൻ സർവാധിപൻ എൻ്റെ ദൈവം യഹോവ. അവസാനത്തെ റൗണ്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. ആദ്യത്തെ വായന യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 22-ാം വാക്യം. മറ്റുള്ളവർ പട്ടണത്തിൽ നിന്ന് അവർക്കെതിരെ പുറപ്പെട്ടു. ഇങ്ങനെ ഇപ്പുറത്തും അപ്പുറത്തും ഇസ്രായേലും നടുവിലും അവരുമായി. ഒരുവനും അവശേഷിക്കുകയോ വഴുതിപ്പോവുകയോ ചെയ്യാതവണ്ണം അവരെ സംഹരിച്ചു കളഞ്ഞു. കൃത്യമായ വായനയാണ്. ജോളി ജയകുമാർ ഗെറ്റ്സ് 2 marks. അടുത്ത വായന സഭാപ്രസംഗി 9:4. ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിലുള്ളതിനൊക്കെയും പ്രത്യാശയുണ്ട്. ചത്ത സിംഹത്തെക്കാൾ നല്ലത് ജീവനുള്ള നായാണല്ലോ. Exactly the right reading. Jolly Jayagumar gets another 2 marks. 2 mark. Alright. മൂന്നാമത്തെ വായന തേർഡ് റീഡിംഗ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിച്ചു. എക്സാക്ട്ലി ദ റൈറ്റ് റീഡിംഗ്. ജോളി ജയകുമാർ 2 മാർക്ക് കിട്ടുന്നു. റെഡി? അവസാനത്തെ റീഡിംഗ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാണല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായിരിക്കുവിൻ. Yes, the right reading. So the fourth reading also is right. ജയകുമാറിന് 2 മാർക്ക് ലഭിക്കുന്നു. Alright. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. Judges, please make the announcements. First prize goes to Jolly Jayagumar. Yeah, first prize goes to Jolly Jayagumar. Praise the Lord. Second prize goes to Sheba P. നിങ്ങൾ രണ്ടുപേരും അടുത്ത സ്റ്റേജിലേക്ക്, ജോഷുവ സ്റ്റേജിലേക്ക് പ്രവേശിച്ചിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ സമ്മാനദാനമാണ്. ഇതിലെ അനുഭവ പരിചയങ്ങളും അതോടൊപ്പം തന്നെ മനസ്സിലാക്കുന്ന കാര്യങ്ങളും ദൈവവചനത്തിൻ്റെ പ്രചരണത്തിനും പ്രചാരണത്തിനുമായി കൂടുതലായി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഓൾറൈറ്റ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ.